പേപ്പട്ടിയെ തല്ലിക്കൊന്നതിന് സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാട്ടിൽ അലഞ്ഞു നടക്കുകയും നിരവധി ആളുകളെ കടിക്കുകയും ചെയ്ത പേപ്പട്ടിയെയാണ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ചേർന്ന് തല്ലിക്കൊന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മൃഗസ്നേഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനാർത്ഥിയെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പടിഞ്ഞാറെ കല്ലട കാരാളിമുക്ക് ടൗൺ വാർഡിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ചന്ദ്രനെ പ്രതിയാക്കിയാണ് ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു പേ പിടിച്ച ഒരു നായ ഒത്തിരി പേരെ കടിച്ചു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര പ്രതിഷേധത്തിലും ബഹളത്തിലുമാണ്. തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് LP സ്കൂളുണ്ട്. ഈ LP സ്കൂള് ഒന്ന് പൂട്ടി, അതിന്റെ ഗേറ്റെല്ലാം പൂട്ടി കെട്ടി ഇതാക്കി. അപ്പം അന്നേരമാണ് തൊട്ടടുത്ത് ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്, കാരാളി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ഒരു 10-30 വയസ്സുള്ള ഒരു യുവതിയെ ഈ തിരുവനായ ഓടി വന്ന് കടിച്ചിട്ട് അവരുടെ ഈ ചുരിദാറിന്റെ പാന്റ് വലിച്ചു ഊരിയും എടുത്തു. പൊതുജന മധ്യത്തിൽ അങ്ങനൊരു സംഭവം ആയിട്ടുണ്ട്. ഇതെല്ലാം ആയപ്പോഴത്തേക്കും ജനങ്ങൾ മൊത്തം ഇളകി വലിയ പ്രശ്നങ്ങളായി. ഇത് തിരുനായ അങ്ങനെ കടിച്ചു വരും. ഇതിന്റെ കൂടെ നടക്കുന്ന തെരുവ് നായ്ക്കള് ഓടിയും പോവാണ് ഇത് ചെന്ന് കടിക്കുന്നത് കൊണ്ട്. അങ്ങനെ ആയപ്പോൾ വലിയ ബുദ്ധിമുട്ടായപ്പോൾ എല്ലാവരും വിളിക്കുകയും പ്രതിഷേധങ്ങൾ, ഞങ്ങളൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്, ഞങ്ങളെയൊക്കെ ഒത്തിരി നാട്ടുകാർ വിളിക്കുന്നു, ബഹളം വെക്കുന്നു. ഇവിടെ ഒത്തിരി തെരുവുനായകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ ഇവിടെ പോയി കണ്ടെത്തും. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ ഒരാളെ കൂടെ കടിച്ചു. ഇത് എന്തോ ഒരു വല്ലാത്ത രീതിയിൽ നടന്നും കടിക്കുകയാണ്. ഈ പട്ടികളെയും മനുഷ്യരെയും നടന്നും കടിക്കുകയാണ് ഈ പേപ്പട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഒരു കുണ്ടറയിപ്പ് എന്ന് പറയുന്ന ഒരു വീട്ടിലുണ്ട് ഇവിടെ. ആ വീടിന്റെ സമീപത്തായിട്ട് ഈ പട്ടി നിന്നിട്ട് ചാടി, ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു, ചാടി ഞങ്ങളുടെ നേരെ പാഞ്ഞു വരും. ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു. അവിടെ ഗ്രില്ലുണ്ടായി, ആ ഗ്രില്ലെടുത്ത് ഇങ്ങനെ പിടിച്ച് വെച്ചതുകൊണ്ട് അപ്പുറത്തോട് ഓടി അത് വരികയാണ് അടുത്ത കടിക്കുക. എന്തോ എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഉള്ളതുപോലുള്ളൊരു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പട്ടിയുടെ. അത് ഓടി വന്നിട്ട് ഇത് ഞങ്ങൾ ഇടത്തേക്ക് പാഞ്ഞെടുത്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിനെ അടിച്ചു. അവിടെ നിൽക്കുന്ന ആ നാട്ടുകാർ മൊത്തം അതിനെ അടിച്ചതിനെ വീഴ്ത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ആ ഗ്രില്ലിന് ഇപ്പുറത്തൂടെ അതിന് പുറത്ത് കിടക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒത്തിരി പേരെ ആ പട്ടി കടിച്ചേനെ. എല്ലാവരും ചേർന്നിട്ട് അതിനെ അടിച്ചവിടെ വീഴ്ത്തി. അങ്ങനെ ആയപ്പോൾ അതുകൊണ്ട് മാത്രം ആ സമൂഹത്തിൽ ഒത്തിരി പേരെ ഈ പട്ടി കടിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെ ആ അടിയേറ്റ പട്ടി ചാവുകയാണോ ചെയ്തത്? ആ അടിയേറ്റിട്ട് ആ എല്ലാവരും ചേർന്ന് അടിച്ചപ്പോ ആ പട്ടി അവിടെ കിടന്നു. ചത്തു വന്ന പിന്നെ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് ചത്തു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊല്ലത്ത് ജില്ലാ നമ്മുടെ വെറ്ററിനറി ആശുപത്രി കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പേ ആണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയത്. ഓക്കെ, എന്താണെങ്കിലും ഈ സംഭവത്തിൽ താങ്കൾ അവിടെ ഉണ്ടായ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ അടങ്ങുന്ന സംഘം ഇത് ചെയ്തത്. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ മൃഗസ്നേഹികളുടെ പരാതിയിൽ താങ്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മൾ ഒരിക്കലും നിയമത്തിന് വിരുദ്ധമായി ചെയ്യുന്നവരോ പ്രവർത്തിക്കുന്നവരോ അല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉള്ള എല്ലാവരും ചേർന്ന് ചെയ്തതാണ്. അതിനകത്ത് ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. ഓക്കെ, നിലവിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നു, അതിൽ എന്താണ് പറയാനുള്ളത്? അതിൽ നമ്മളിപ്പോ എന്താണ് പറയുന്നത്, നമ്മളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആരെയും വിളിച്ചിട്ട് ആരും വരുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ മറ്റാരും തന്നെ വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇനി ഇപ്പൊ എന്താണ് പറയാൻ പറ്റുന്നത് നമുക്ക്? ഈ നായയെ പിടികൂടാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളുടെ സഹായം തേടിയിരുന്നു ആ ഘട്ടത്തില്? എല്ലാരെയും വിളിച്ചു, ജനങ്ങൾ തന്നെയാണ് എല്ലാരെയും വിളിച്ചത്, ആരും വന്നില്ല. അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മറ്റ് മാർഗങ്ങളില്ലാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മളെ കടിക്കുകയാണ്, നമ്മളെ കടിച്ച് നമ്മളെ ചാടി വന്ന് നമ്മളെ കടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ചെയ്തത്. നിയമപരമായി തന്നെ നേരിടും അല്ലേ? അതെ, നിയമപരമായിട്ട് നമ്മൾ ഈ നാട്ടിലെ നിയമത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നിയമപരമായി നേടാനല്ലേ നമുക്ക് പറ്റുകയുള്ളൂ. ഈ മൃഗസ്നേഹികൾ ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിരുന്നു ഈ പരാതി നൽകുന്നതിന് മുമ്പായിട്ട്? എന്നെ ഒത്തിരി പേര് വിളിച്ചിരുന്നു. കുറെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചല്ല, ഇതിങ്ങനെ അറിഞ്ഞ് എൻ്റെ നമ്പർ എടുത്തിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചു. കുറെ പേരൊക്കെ നമ്മളെ ഇച്ചിരി ഇതായിട്ടൊക്കെ ഷോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. ഞാൻ അവിടുത്തെ മാന്യമായിട്ട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഈ നാട്ടിൽ എത്രയോ തെരുവ് നായ്ക്കൾ നടക്കുന്നു, എത്രയോ എണ്ണം കിടക്കുന്നു. നമ്മൾ ആരെയും ദ്രോഹിക്കാറില്ല, ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് അങ്ങനെ ചെയ്തതാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മളെ അയോഗ്യരാക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കോടതിയും നിയമങ്ങളും അല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു എന്ന് കോടതിയും നിയമങ്ങളും തീരുമാനിക്കട്ടെ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കോടതിയും
നിയമം പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയല്ലേ വ്യാഖ്യാനിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരല്ലല്ലോ. അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിയ സ്ഥലത്തിലാണ് പലരും സംസാരിച്ചത്. നമ്മൾ പിന്നെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ അതങ്ങനെയൊന്നും തിരിച്ച് മറുപടി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടല്ലേ? ഭീഷണി അത് ഒരാളിന്റെ ഭാഗത്ത്, ഒരാളുടെ ഭാഗത്ത്, വേറെ ആരുടെ ഭാഗത്തുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു, നമ്മളത് കേട്ടു മറുപടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്നാൽ അയോഗ്യരാക്കും എന്നുള്ള രീതിയിലാണ് ഭീഷണി ഉള്ള രീതിയിലാണ്, എന്നെ ജയിലിലിടും എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, എന്താണെങ്കിലും താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് നിലവിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ഒരു കാര്യം കൂടെ എനിക്കൊരു പാഠം കൂടെ പഠിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ എന്തെല്ലാം ഇതുകൾ നടന്നാലും ശരി തന്നെ ഞങ്ങളെ പോലുള്ളവർ നോക്കി നിൽക്കുക അല്ലാതെ മറ്റു വഴികളില്ല എന്ന് കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ നോക്കി നിൽക്കുകയേ ചെയ്യാവൂ. കാര്യം ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാരാണ് മൃഗസ്നേഹികളെ ഉപയോഗിച്ച് ഇത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് പ്രചരിപ്പിച്ച് രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ, എൻ്റെ എതിരാളികൾ, എനിക്കെതിരെ പലതും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ അവർക്ക് പുതുതായിട്ട് കിട്ടിയ ഒരു ആയുധമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. നിയമവിരുദ്ധമായി താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പായതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത് എന്നുമാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ചന്ദ്രൻ പറയുന്നത്. അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.